ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അമ്പാട്ട് വീട്ടിൽ എല്ലാവരും രാത്രിയിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇതുവരെ അച്ചു ഒന്ന് പോയിട്ട് വിളിച്ചത് പോലും ഇല്ലല്ലോ. ഇന്ദ്രകാന്തത്തിലെത്തിയപ്പോൾ നമ്മളെല്ലാം മറന്നെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അർച്ചന ഫോൺ എടുത്ത് അച്ചുവിനെ വിളിക്കുന്നുണ്ടെങ്കിലും രുക്കു അച്ചുവിന് വരുന്ന കോളെല്ലാം കട്ട് ചെയ്ത് വിടുകയാണ്. അർച്ചനയെ മനഃപൂർവ്വം കുത്തി നോവിക്കുകയാണ് മഞ്ജു. ഇതെല്ലാം കേട്ട് സങ്കടപ്പെട്ടുകൊണ്ട് അർച്ചന പണ്ടത്തെ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ട്. പിന്നീട് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ചുവിനൊരു പണി കൊടുക്കാനായി സത്യൻ ദിലീപിനെ ചന്ദ്രകാന്തത്തിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് മദ്യപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദിലീപിനെ കാണുന്നതും ചുവിന് ദേഷ്യം വന്ന് മദ്യം ഒഴിച്ചു കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ട് സത്യനും വിജയശങ്കറിനെല്ലാം സന്തോഷാവുന്നുണ്ട്. പിന്നീട് ദിലീപ് അച്ചുവിന് ഓരോന്ന് പറഞ്ഞ് കുടുംബത്തിന് നല്ലൊരു ജോലി ഇല്ലെന്നും കുടുംബമഹിമ ഇല്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ അച്ചുവും തിരിച്ചു പ്രതികരിക്കുകയാണ്. പിന്നീട് മദ്യപിച്ച് ബോധമില്ലാതെ എന്തൊക്കെയോ അച്ചു പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് അപ്പോഴേക്കും രുക്കു വരികയാണ്. രുക്കു എന്നിട്ട് എങ്ങനെയൊക്കെയോ പിടിച്ചുകൊണ്ട് അച്ചുവിനെ റൂമിൽ എത്തിക്കുന്നുണ്ട്. എന്നിട്ട് അച്ചുവിനോട് പറയുന്നുണ്ട്, നിനക്ക് നാണമില്ലേ അച്ചു? ഒരാളോട് എങ്ങനെ പെരുമാറണമെന്ന് പോലുമുള്ള മാനേഴ്സ് ഇല്ല. 4 പേരുടെ മുന്നിൽ എങ്ങനെ പെരുമാറണമെന്ന് പോലും നിനക്കറിയില്ല. അവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ടത് ഞാനാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരുന്നതാണ്. എന്നെ പറ്റി ഞാനിവിടെ പുകഴ്ത്തിയാണ് സംസാരിച്ചിരിക്കുന്നത്. ഇപ്പതാ നീയായിട്ട് എല്ലാം നശിപ്പിച്ചു. നിനക്ക് ലോകപരിചയം ഉണ്ടോ അച്ചു? ഇങ്ങനെയാണ് ഒരു പാർട്ടിയിൽ പെരുമാറണമെന്ന് പോലും നിനക്കറിയില്ല. വീട് മാത്രമാണ് നിന്റെ ലോകം. അവിടുത്തെ നടുക്കളത്തിനപ്പുറം നിന്റെ മനസ്സ് വളർന്നിട്ടില്ല. ഇത്രയും വലിയൊരു ഇൻസൾട്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് രുക്കു അച്ചുവിനോട് ദേഷ്യപ്പെടാണ്. അച്ചു ആണെങ്കിൽ ബോധമില്ലാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നീട് ബെഡിലേക്ക് അങ്ങനെ ബോധമില്ലാതെ വീഴാണ് അച്ചു. രുക്കു കുറെ വിളിക്കുന്നുണ്ടെങ്കിലും അച്ചു അങ്ങനെ തന്നെ കിടക്കുകയാണ്. അച്ചു വിളിച്ച് ഫോൺ എടുക്കാത്തതിൽ ഒട്ടും തന്നെ സമാധാനമില്ലാതെ വീണ്ടും അർച്ചന അച്ചുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അർച്ചനയാണ് വിളിക്കുന്നതെന്നറിഞ്ഞ് രുക്കുവിനാകെ ദേഷ്യം വരുന്നുണ്ട്. രുക്കു എന്നിട്ട് പറയുന്നുണ്ട്, കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന അനിയന്റെ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുകയാണ് ശരിക്കും വേണ്ടത്. പക്ഷെ അത് വേണ്ട, അതെന്റെ പിടിപ്പുകേടാണെന്ന് പറയും. വേറൊരു പണി കൊടുക്കാമെന്ന് രുക്കു മനസ്സിൽ ചിന്തിക്കുകയാണ്. ഈ സമയത്ത് അച്ചു ഉറങ്ങാനിടയില്ല. പിന്നെന്താണ് ഫോൺ എടുക്കാത്തതെന്ന് പറഞ്ഞ് അർച്ചന ടെൻഷനായി അങ്ങനെ നിൽക്കുന്നുണ്ട്. രുക്കു എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഒരു പണി കൊടുക്കാമെന്ന് പറഞ്ഞ് അച്ചു മെസ്സേജ് അയക്കുന്നത് പോലെ രുക്കു അച്ചുവിന്റെ ഫോണിൽ നിന്ന് അർച്ചനയ്ക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഈ സമയത്ത് എന്തിനാണ് ചേച്ചി വിളിക്കുന്നത്? ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ എന്ന മെസ്സേജാണ് രുക്കു അയക്കുന്നത്. പെട്ടെന്ന് തന്നെ അർച്ചന ആ മെസ്സേജ് കാണുന്നുണ്ട്. ഇവന്റെ മെസ്സേജ് വന്നല്ലോ എന്ന് പറഞ്ഞ് എടുത്തു നോക്കുന്ന അർച്ചന ആ മെസ്സേജ് കണ്ട് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. രുക്കുവിനാണെങ്കിൽ അർച്ചനയ്ക്ക് ഒരു പണി കൊടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷാവുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ അച്ചു ബാൽക്കണിയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇന്നലെ കുടിച്ചത് കുറച്ച് ഓവറായി പോയി എന്നൊക്കെ അച്ചു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആര്യ വരുന്നത്. ആര്യ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതെ രാവിലെ ചായ വേണോ അതോ ബ്ലാക്ക് കോഫി വേണോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. എന്താണ് വേണ്ടത് എന്ന് ആര്യ ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട് ഒന്നും വേണ്ട എന്ന്. ആര്യ അപ്പോ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, മോര് വേണോ എന്ന്. എന്തിനാ മോര് എന്ന് അച്ചു തിരിച്ചു ചോദിക്കുമ്പോ ആര്യ പറയുന്നുണ്ട്, കുടിച്ചു ഓവറായാൽ പിറ്റേ ദിവസം മോര് കഴിച്ചാൽ ഓക്കെ ആവുമെന്ന് ഇവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ജോലിക്ക് വരുന്ന ഒരു ചേച്ചി പറയുന്നത് കേട്ടതാണ്. ആ ചേച്ചിയുടെ ഭർത്താവ് ഭയങ്കര കുടിയനാണ് പോലും. മോര് വേണോ എന്ന് വീണ്ടും പരിഹസിച്ച് ആര്യ ചോദിക്കുമ്പോ മനസ്സിൽ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് അച്ചു പറയുന്നുണ്ട് വേണ്ട എന്ന്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് രുക്കു വരുന്നത്. എന്നിട്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, കുടിക്കാൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഒന്നും വേണ്ടെന്നാണ് അച്ചുവേട്ടൻ പറയുന്നത്. ചിലപ്പോൾ ചിറ്റ കൊടുന്നു കൊടുക്കാത്തതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആര്യ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് രുക്കു അച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, ഇന്നലത്തെ രാത്രിയിലെ സംഭവങ്ങൾ എന്തെങ്കിലും നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട്, വിചാരണയൊന്നും വേണ്ട, കുറച്ച് ബോറായി പോയെന്ന് എനിക്കറിയാം എന്ന് കരുതി ആരോടും സോറി പറയാനൊന്നും ഞാൻ പോകുന്നില്ല. ദിലീപ് അപ്പോൾ കയറി വന്നതാണ് എല്ലാം കുഴപ്പത്തിനും കാരണമായത്. ഇയാൾ ഇപ്പോഴും നിന്റെ ചേട്ടന്മാരുടെ സുഹൃത്താണെന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഇന്നലത്തെ ദിവസമെങ്കിലും അയാളെ നിന്റെ ഏട്ടന്മാർക്ക് ഒഴിവാക്കാമായിരുന്നു. ഇനിയിപ്പോ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകണം എന്ന് അച്ചു പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, ഇന്ന് പോവാനോ, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ എന്ന് ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട്,
പറ്റില്ല, ഇന്ന് തന്നെ പോവണം, നമുക്ക് പിന്നീട് 2-3 ദിവസം ഇവിടെ വന്ന് നിൽക്കാമെന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്രയും വിജയശങ്കറും സത്യനും കൂടി വരുന്നുണ്ട്. അച്ചു അവരെ കാണുമ്പോൾ രുക്കുവിനോട് പറയുന്നുണ്ട്, നിന്റെ ഏട്ടന്മാര് വരുന്നുണ്ട്, നമ്മളിന്ന് പോകുന്ന കാര്യം നീ തന്നെ അവരോട് അവതരിപ്പിക്കെന്ന് പറയാണ്. പിന്നീട് ചന്ദ്ര രുക്കുവിനോടും അച്ചുവിനോട് പറയുന്നുണ്ട്, രണ്ടുപേരും രാവിലെ തന്നെ കൃഷ്ണന്റെ അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വായോ എന്ന് പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, അയ്യോ ചേച്ചി, ഞങ്ങൾ ഇന്ന് തന്നെ പോവുകയാണ്, അച്ചുവിന് പോയിട്ട് എന്തോ ഒരു അത്യാവശ്യമുണ്ട്, പിന്നീട് 2-3 ദിവസം വന്ന് ഇവിടെ നിൽക്കാമെന്നാണ് അച്ചു പറയുന്നത് എന്ന് രുക്കു പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ട് ഇന്ന് പോവാനോ ജേട്ടാ, ഇത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പോ വിജയശങ്കറും പറയുന്നുണ്ട്, കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോകാം, നിങ്ങൾ ഇവിടെ നിൽക്കെന്ന് പറയാണ്. ചുവപ്പ പറയുന്നുണ്ട്, ഇല്ല, ഞങ്ങൾക്ക് പോവണം, എനിക്കിന്ന് ലൈസൻസിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് RT ഓഫീസ് വരെ ഒന്ന് പോവണം, അപ്പോഴാണ് അത് ഓർത്തതെന്ന് പറയാണ്. വിജയശങ്കർ അപ്പ പറയുന്നുണ്ട്, ശരി, കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് എന്തായാലും പിന്നീട് ഒരു ദിവസം ഇങ്ങോട്ട് വരണം എന്ന് വിജയശങ്കർ പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, ഇനിയിപ്പോ വിളിക്കാനൊന്നും കാത്തു നിൽക്കണ്ട, സമയവും സൗകര്യവും കിട്ടുമ്പോൾ ഇങ്ങോട്ടൊക്കെ വരണം, അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇവിടുന്ന് വണ്ടി അയക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് വിജയശങ്കർ അച്ചുവിന്റെ നേരെ ഒരു പേപ്പർ നീട്ടുകയാണ്. എന്നിട്ട് ഇത് വാങ്ങിച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും അച്ചു അതെന്താന്ന് ചോദിക്കുകയാണ്. വിജയശങ്കർ ഇപ്പൊ പറയുന്നുണ്ട്, ഇത് വാങ്ങിക്കേ, എന്നിട്ട് കാര്യം പറയാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഒട്ടും മനസ്സില്ലാതെ അച്ചു അത് വാങ്ങുന്നുണ്ട്. രുക്കു അപ്പോ എന്താണ് വലിയേട്ടാ അതെന്ന് ചോദിക്കുമ്പോ വിജയശങ്കർ പറയുന്നുണ്ട്, ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് അതിൽ, ചുനും രുക്കിനും ഹണിമൂൺ ട്രിപ്പിനായി ബാലിയിലേക്ക് പോവാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് അതെന്ന് പറയുമ്പോ രുക്കുവിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. എന്നാൽ അച്ചു അത് തിരിച്ച് വിജയശങ്കറിന് കൊടുക്കുന്നുണ്ട്. വിജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, അച്ചു, നിങ്ങൾ ഇത് വാങ്ങണം, നിങ്ങൾക്ക് രണ്ടുപേർക്കും തരുന്ന എന്റെ വിവാഹ സമ്മാനമാണിത്, നിങ്ങൾ രണ്ടുപേരും ഹണിമൂണിനായി അങ്ങോട്ടേക്ക് ട്രിപ്പ് പോവണമെന്ന് പറയാണ്. ഒടുവിൽ അച്ചുവും അതിന് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അച്ചുവും രുക്കുവും കൂടി അമ്പാട്ട് വീട്ടിലേക്ക് പോവാനായി ഇറങ്ങുകയാണ്. എല്ലാവരോടും രുക്കു യാത്ര പറഞ്ഞു കഴിഞ്ഞ് വിമലയോട് യാത്ര പറയാനായി പോകുമ്പോൾ വിമല ആകെ വിഷമിച്ചുകൊണ്ട് കരഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി വിമലയെന്ന്. വിമലയാണെങ്കിൽ രുക്കുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.